അളിയ, നിന്റെ ക്ലാസ്സിലെ പെൺപിള്ളേരെല്ലാം പറയുന്നത് നിനക്ക് ഭയങ്കര ജാളിയാണെന്നാണല്ലോ. എപ്പോ നോക്കിയാലും പഠിത്തം മാത്രമാണെന്ന്. അത് ആരും മിണ്ടാൻ വന്നാലും ഞാൻ ഡോണ്ട് ഡിസ്റ്റർബ്, ഐ ആം സ്റ്റഡിയിങ് എന്ന് പറയും. അതെന്താടാ, ഒരുത്തിയെ കറക്കിയെടുക്കാൻ പാടില്ലായിരുന്നോ? ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല അളിയ. മലയാളം പറഞ്ഞാലേ 50 രൂപ ഫൈനാ. എവിടെടാ ഹെൽമെറ്റ്? അത് പിന്നെ സാർ, എനിക്ക് ഹെൽമെറ്റ് വെച്ചാ ചെവി കേൾക്കാൻ ബുദ്ധിമുട്ടാ, അതുകൊണ്ടാ വെക്കാത്തത്. ആഹാ, ആര് പറഞ്ഞു ഹെൽമെറ്റ് വെച്ചാ ചെവി കേൾക്കില്ലാന്ന്? ഹെൽമെറ്റ് വെച്ചാ നന്നായി ചെവി കേൾക്കാൻ പറ്റും. ഓ, എങ്കിൽ ഇന്ന് തന്നെ ഒരെണ്ണം വാങ്ങണം. എന്റെ മുത്തച്ഛന് തീരെ ചെവി കേൾക്കില്ല. ഒരു ഹെൽമെറ്റ് വെച്ചാ അത് ശരിയാവുമെങ്കിൽ കാശ് എത്രയാ ലാഭം? ഡാടാ അഭ്യാസം ഈ ഭാസ്കർ എസ് ഐയോടോ. ഒരു 100 രൂപ വെച്ച് പോടാ. ഓഹോ, ട്രിപ്പിൾ അടിച്ചിട്ടാ അവന്റെ വരവ്. ഒരു 200 രൂപയ്ക്കുള്ള വകുപ്പുണ്ട്. നിർത്ത്. ഓ, ഇപ്പൊ തന്നെ 3 പേരായി. ഇനിയിപ്പൊ അവനെ കൂടെ കേട്ടാനിട്ടാ. ടിൻഡു, നീ ഇതിലെടുത്തോ? നിങ്ങളൊരു സംഭവം അറിഞ്ഞോ? ഞാൻ ഇന്നലെ കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു പുലി വന്നു. പുലിയെ കണ്ടത് ഞാൻ ഓടി ഒരു മരത്തിൽ കയറി. അപ്പൊ പുലിയും മരത്തിൽ കയറി. അപ്പൊ ഞാൻ 2ാമത്തെ കൊമ്പി കയറി. അപ്പൊ പുലി. ഞാൻ വേഗം 3ാമത്തെ കൊമ്പി കയറി. അപ്പൊ പുലി. അല്ല അളിയാ, ഞാൻ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുവാ. നീയൊക്കെ എന്റെ സൈഡോ അതോ പുലിയുടെ സൈഡോ? പുലി. ഇത് തന്നെ ചോദിക്കാനുള്ളൂ. ഒരു കഥ പറഞ്ഞിങ്ങനെ ഹരം പിടിച്ചു വരുവായിരുന്നു. ഞാൻ കൈ കാണിച്ചാൽ നീയൊന്നും വണ്ടി നിർത്തില്ല അല്ലടാ. അയ്യോ സാറേ, സാറിനോട് ഇതിൽ കയറാൻ സ്ഥലമില്ലാത്തത് കൊണ്ടാ ഞാൻ നിർത്താഞ്ഞത്. എന്തോ സാറിന് കൂടി കേറാൻ അടിച്ച് നിന്നെ കൊണ്ട് ഞാൻ ലജ്ജാവതി പഠിക്കും. സൈക്കിളിൽ ഒരാളി കൂടുതൽ കേറരുതെന്ന് അറിയില്ലടാ. എന്താടാ കവറില്? ചുമക്കുള്ള മരുന്നാ സാറേ. ടോണിക്കാണോ? ഇത് വലിയ പൊല്ലാപ്പായല്ലോ. ടോണിക്കൊന്നുമല്ല, ഇതെന്റെ വല്യമ്മച്ചിക്കാ. പൊയ്ക്കോ. സാറേ, എന്റെ അമ്മച്ചിയുടെ മരുന്ന്. നിന്റെ ഒരു മരുന്ന് വീട്ടിൽ പോടാ. വൈഫിന് ചുമയാണെന്നും മരുന്ന് കൊണ്ടുവരണമെന്നും ഇപ്പം മെസ്സേജ് കിട്ടിയതേ ഉള്ളൂ. അത് കിട്ടി. ഇവൻ മരുന്ന് വാങ്ങിയില്ലേ? എടാ, നീ ടോണിക്കൊന്നും വാങ്ങിയില്ലേ? ഓഹോ, അപ്പോ ടോണിക്ക് മരുന്ന് വാങ്ങാനായിരുന്നോ എന്നെ രാവിലെ തന്നെ എണീപ്പിച്ച് പറഞ്ഞു വിട്ടത്? ആ കടക്കാരൻ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. ഈ ചതി പാടില്ലായിരുന്നു അമ്മേ, പാടില്ലായിരുന്നു. ഇവനെ കൊണ്ട് തോറ്റു. ശനിയാഴ്ചയും സ്കൂൾ ഉണ്ടായാ മതിയായിരുന്നു. വേണ്ടേ, എന്റെ കാലിൽ ചെരുപ്പുണ്ട്. അതിനെന്റെ ഹൃദയം അമ്പലമൊന്നും അല്ല. ഇങ്ങ് കേറിപ്പോര്. എന്താ ടിൻഡു നീ കണ്ണട വെച്ചിരിക്കുന്നത്? വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. പിന്നെ അച്ഛാ, നാളെ ചെറിയൊരു പാരന്റ്സ് മീറ്റിംഗ് ഉണ്ട്. അച്ഛൻ ഒന്ന് വരണം. ചെറിയൊരു പാരന്റ്സ് മീറ്റിംഗോ? അതെന്താടാ പാരന്റ്സ് മീറ്റിംഗ് ഇത്രയങ്ങ് ചെറുതായി പോയത്? അതു പിന്നെ ടീച്ചറും ഞാനും അച്ഛനും മാത്രം മതിയെന്ന് പറഞ്ഞു. ഓഹോ, അപ്പൊ വീണ്ടും നിന്നെ പുറത്താക്കിയല്ലേ? ഹോ, ഇവൻ എന്നാ കർത്താവേ ഒന്ന് നേരെയാവുക. അമ്മേ, വിശക്കുന്നു. കഴിക്കാൻ എന്തെങ്കിലും താ. മോനിരുന്നോ, അമ്മ ഇപ്പൊ ചോറ് വിളമ്പാ. മോനെ, ഉപ്പേരി ഇടട്ടെ? ഇട്ടോ. ചമ്മന്തി ഇടട്ടെ? ഇട്ടമ്മേ. ഇതൊക്കെ ഇപ്പൊ എത്ര ചോദിക്കാനുണ്ടോ? ടിൻറ്റുമോൻ വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ. മോനെ, ഫാൻ ഇടട്ടെ? ഇട്ടോ. ഈ പ്ലേറ്റിന്റെ തുഞ്ചത്തിട്ടോ. മതി, കളിച്ചിരിക്കാതെ ട്യൂഷന് പോകാൻ നോക്ക്. മോൻ കുട്ടിയല്ലേ, എനിക്ക് വയസ്സായി. എന്നെ ഒന്ന് സഹായിക്കണം. ഓ, അതിനെന്താ, ആ അടിയാൻ പിടിക്കാം. അയ്യോ, എന്താ ടിൻറ്റുമോൻ ഇത്ര ലേറ്റ് ആയത്? ഞാനൊരു പ്രായമുള്ള ആളെ വഴിയിൽ വെച്ച് സഹായിച്ചതാ ടീച്ചർ, അതുകൊണ്ടാ ലേറ്റ് ആയത്. മിടുക്കൻ. കണ്ടില്ലേ, എല്ലാരും ഇങ്ങനെയാവണം. കേറിക്കോ. നമുക്ക് മുട്ട തരുന്ന ഒരു ജീവിയുടെ പേര് പറയൂ. കോഴി. വെരി ഗുഡ് ടിൻറ്റുമോൻ. അടുത്ത ചോദ്യം. ഗാന്ധിജിയുടെ കഠിന പ്രയത്നം കൊണ്ട് ഓഗസ്റ്റ് 15-ന് നമുക്ക് എന്ത് കിട്ടി? മുട്ടായി. മുട്ടായിയോ?
എല്ലാ വർഷവും ഓഗസ്റ്റ് 15-ന് സ്കൂളിൽ വന്നാൽ ടീച്ചർ മുട്ടായി തരാറില്ലേ? ഏ? എന്ത്? ഒരു വസ്തു പഠിക്കാണ്ട് കൈ നീട്ട്. അയ്യോ, ഉഫ്. മുട്ടയിടാത്തതും പ്രസവിക്കാത്തതുമായ ഒരു ജീവിയുടെ പേര് പറയൂ. മുട്ട. അത് പിന്നെ ഞാൻ എന്റെ അമ്മയുടെ അനിയത്തി. കല്യാണം കഴിഞ്ഞിട്ട് 20 വർഷമായി. മുട്ട ഇട്ടിട്ടുമില്ല, പ്രസവിച്ചിട്ടുമില്ല.